വാർത്തകൾ തുടരുന്നു. വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ട എറണാകുളം മഹാരാജാസ് കോളേജ് തുറന്നു. ആദ്യ ദിനം ക്യാമ്പസിലെത്തിയ വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കുറവാണ്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കോളേജ് പരിസരത്ത് പോലീസ് സാന്നിധ്യമുണ്ട്. SFI യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാനെ കുത്തിയ കേസിലെ മുഴുവൻ പ്രതികളെയും പിടികൂടണമെന്നാവശ്യപ്പെട്ട് കോളേജിന് മുന്നിൽ SFI അനിശ്ചിതകാല സമരം തുടരുകയാണ്. ഡാനി പോൾ ഉണ്ട് വിവരങ്ങളുമായി. ഡാനി, തുടർ സംഘർഷങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകില്ല എന്നുറപ്പാക്കാനുള്ള എന്തൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങളും ഇടപെടലുകളുമാണുള്ളത്? എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? വിദ്യാർത്ഥി സംഘടനകളുടെ പശ്ചാത്തലത്തിൽ അടച്ചിട്ട എറണാകുളം മഹാരാജാസ് കോളേജ് ഇന്നു മുതൽ വീണ്ടും അധ്യയന ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ വിദ്യാർത്ഥികൾ ഇവിടേക്ക് കോളേജിലേക്ക് എത്തുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ വരവിനെ അപേക്ഷിച്ച് വിദ്യാർത്ഥികൾ ഈ റീഓപ്പൺ അതിനുശേഷം വിദ്യാർത്ഥികൾ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അത് തിങ്കളാഴ്ചയോടുകൂടി ഒരു റെഗുലർ ക്ലാസുകൾ ഇന്നു മുതൽ ആരംഭിക്കുമെന്ന് പറഞ്ഞെങ്കിലും പലരും തന്നെ ഹോസ്റ്റലിൽ ഉള്ളവരടക്കം വീടുകളിലേക്ക് പോയിരുന്നു. അതുകൊണ്ട് തന്നെയും വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഇന്ന് വലിയ രീതിയിലുള്ളൊരു കുറവുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ വീണ്ടും പഴയ രീതിയിലേക്ക് തന്നെ പൂർണ്ണ സജ്ജമായിട്ട് തന്നെ ക്ലാസ് മുറികളിലേക്ക് മുഴുവൻ വിദ്യാർത്ഥികൾ തന്നെ എത്തും. ഇപ്പോൾ വീടുകളിലേക്കും ഹോസ്റ്റലിൽ നിന്ന് വീടുകളിലേക്കും മറ്റും പോയിട്ടുള്ള വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ ഇനിയുള്ള ദിവസങ്ങൾ 2 ദിവസങ്ങൾ എന്ന് പറയുന്ന അധ്യയനങ്ങളില്ലാത്ത ഒഴിവ് ദിവസങ്ങളാണ് ശനിയും ഞായറും എല്ലാം. അതുകൊണ്ട് തിങ്കളാഴ്ച മുതൽ ക്ലാസുകൾ എല്ലാം തന്നെ പൂർവ്വസ്ഥിതിയിൽ ആകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കൂടുതലായിട്ട് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ള നിബന്ധനകൾ എന്ന് പറയുന്നത് വൈകിട്ട് 6 മണിക്ക് ശേഷം കോളേജിൽ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്ക് തുടരാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെയും ID കാർഡുകൾ അടക്കമുള്ള കാര്യങ്ങൾ വളരെ നിർബന്ധപൂർവ്വം തന്നെ നടപ്പാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പല വിദ്യാർത്ഥികളും ഇപ്പോൾ ID കാർഡ് ഇല്ലാത്ത വിദ്യാർത്ഥികളടക്കമുള്ളവരുണ്ട്, നഷ്ടപ്പെട്ടു പോയവരുണ്ട്. അവരോടെല്ലാം തന്നെ നിശ്ചിത സമയത്തിനകം തന്നെ ID കാർഡുമായിട്ട് തന്നെ എത്തുക എന്നതാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അങ്ങനെ ഒരു പൊതു നിർദ്ദേശങ്ങളുടെ എല്ലാം തന്നെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ക്യാമ്പസ് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. എങ്ങനെയുണ്ട് കോളേജിലേക്ക് പിന്നെ വന്നിട്ട്? നല്ല സന്തോഷം തോന്നുന്നുണ്ട്. കുറേ നാൾക്ക് ശേഷം ഇങ്ങോട്ട് വരാൻ പറ്റിയല്ലോ. പെട്ടെന്നൊന്നും തുറക്കില്ലെന്ന് ഓർത്ത് പെട്ടെന്ന് തുറന്നു. പിന്നെ പിള്ളേര് കുറവാണ് പൊതുവെ. അവധി ദിവസമൊക്കെ മിക്കവാറും നാട്ടിൽ പോയിട്ടുണ്ട്. ഈ തിങ്കളാഴ്ചയൊക്കെ വരുള്ളൂ. കൂട്ടുകാരികളൊക്കെ നാട്ടിലാണോ പലരും? അതെ. ഇങ്ങനെ നിബന്ധനകളൊക്കെ എങ്ങനെ 6 മണിക്ക് ശേഷം നിൽക്കാൻ അത് നേരത്തെ മുതലുള്ള റൂളായിരുന്നു. പിന്നെ പിള്ളേര് അധികം കുറച്ച് കർശനമാക്കുന്നത് നല്ലതാണ്. അതെ അതെ. വിദ്യാർത്ഥി സംഘടനകൾ അടക്കമുള്ളവരുമായിട്ട് ഇന്നലെ ചർച്ചകൾ നടത്തിയിരുന്നു. ഇതിൽ രൂപപ്പെട്ട ധാരണകളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം തന്നെ ഇവർ വിദ്യാർത്ഥി സംഘടനകളും സമ്മതിച്ചിട്ടുണ്ട്. ഈ നിബന്ധനകളോട് ചേർന്ന് പോവുക എന്നത് തന്നെ. ഒപ്പം തന്നെയും നിലവിൽ എടുത്തിട്ടുള്ള കേസുകൾ, പോലീസ് കേസ് നിലവിലുണ്ട്. ഒപ്പം തന്നെ കോളേജ് അധികൃതരുടെ ഭാഗത്തുള്ള അന്വേഷണങ്ങളുണ്ട്. ഇതെല്ലാം ഇതിനൊപ്പം തന്നെ നടക്കുകയും ചെയ്യും. പക്ഷേ അതോടൊപ്പം SFIയുടെയും സമരം ആരംഭിച്ചിട്ടുണ്ട്. SFI അവരുടെ യൂണിറ്റ് പ്രസിഡന്റിനെ ഈ സംഭവവുമായി മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഈ കാര്യത്തിൽ അടക്കം കുറ്റവാളികൾക്കായ വിദ്യാർത്ഥികൾക്കെതിരെ കൃത്യമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ സമരത്തിലേക്ക് നീങ്ങുന്നു. ഒപ്പം തന്നെ അറബിക് സ്റ്റുഡൻസ് അവരുടെ നേതൃത്വത്തിലും ഈ ക്യാമ്പസിൽ അധ്യാപകൻ പക്ഷപാതപരമായി പെരുമാറുന്നു എന്ന് ആക്ഷേപിച്ചുകൊണ്ട് ഇവരും വരും ദിവസങ്ങളിൽ ഒരു സമരത്തിലേക്ക് നീങ്ങുമെന്നുള്ളൊരു സൂചനകളടക്കം നൽകിയിട്ടുണ്ട്. എന്തായാലും പഴയ ഒരു സംഘർഷാവസ്ഥയിലേക്ക് ക്യാമ്പസ് പോകില്ല എന്നൊരു വിശ്വാസമാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. ഇന്നു മുതൽ അധ്യയനത്തിന് ഇന്നു മുതൽ തന്നെ തുടക്കമായിട്ടുണ്ട്. ഡാനി പോൾ ആണ് വിവരങ്ങൾ നൽകിയത്.